ഹായ്, ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോക്കാട്ടൊരു സ്പെഷ്യലായിട്ടാണിത്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അത് ഇത്തിരി എനിക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയോണ്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. കാരണം അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞിട്ട് അസുഖത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഹെർണിയ എല്ലാവരും കേട്ടിട്ടുണ്ട്. അംബ്ലിക്കൽ ഹെർണിയ എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിവുണ്ടാവില്ല, ചിലർക്ക് അറിയായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ പൊക്കിളിൽ വരുന്നത്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പൊക്കിൾ ഉന്തി ഇങ്ങനെ ഇരിക്കുമല്ലോ. അഥവാ ചിലപ്പോൾ അവർ വളരുന്നതനുസരിച്ച് അത് വളർന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കമിഴ്ന്നൊക്കെ വീണിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അപൂർവമായിട്ട് അത് മാറാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് അത് വലുതാവുന്ന വെച്ചപ്പോൾ നമ്മൾ പറയും പൊക്കിൾ ഉന്തി ഇരിക്കും എന്ന് പറയും. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിളിനുള്ളിലേക്ക് കുടൽ ഇറങ്ങിയിട്ട് അത് ഉന്തി വരുന്നത്, അതാണ് അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയുന്ന അസുഖം. അപ്പോൾ നമുക്ക് ഹെർണിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ഹെർണിയ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ഇതിങ്ങനെ പൊക്കിൾ ഉന്തി ഇരിക്കുന്നു എന്നും അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അതൊന്നും അറിയില്ല. ഇതിപ്പോൾ ഞാനിത് വെറുതെ ഇടുന്ന ഈ വീഡിയോ അല്ല, ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറോട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം ഇടുന്നതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വാരിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സസൈസുകളുണ്ട്, അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടുണ്ട് എന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട്, പെയിനും അതായത് വേദനയൊന്നും ഇല്ലാണ്ട് പോകുന്ന ഈ ഒരു അസുഖം നമ്മൾ വയറിന് മർദ്ദം കൊടുക്കുന്നതനുസരിച്ച് പെയിനിലോട്ടും പോവും. വേദനയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്, പിന്നെ ഇങ്ങനെ വയറുവേദന ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒട്ടുമിക്കതിനും സർജറി തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. അതായത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വയറിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ടല്ലോ, വയറ് കുറയാൻ വേണ്ടിയിട്ട്, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് മെയിനായിട്ട് ശ്രദ്ധിച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യും, വയറിന് മർദ്ദം കൊടുക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് അതുപോലെ ക്രഞ്ചസ് ഇതുപോലെ നമ്മൾ കിടന്നിട്ട് ചെയ്യുന്നുണ്ട്, വയറിനൊക്കെ ചെയ്യുന്നതുണ്ട്, അത് ചെയ്യാൻ പാടില്ല. നിന്നിട്ടായിരുന്നാലും ഒക്കെ നമ്മൾ ഇതേ ചെയ്തൊന്നും പാടില്ല. ചിലപ്പോൾ ഇതൊന്നും അറിയാണ്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ പൊക്കിളിങ്ങനെ ഉന്തിയിരിക്കുന്നു മാത്രമല്ലേ അവർ ശ്രദ്ധിക്കുള്ളൂ. കുഞ്ഞിലുള്ളതാണെന്നറിയാം, വേദനയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ള പോകുന്ന ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. വയറിന് മർദ്ദം കൊടുക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വയറിന് മർദ്ദം കൊടുക്കുന്ന എന്നാൽ നമുക്ക് യോഗയിലൊക്കെ ഒത്തിരി പോസ്റ്റ് ഉണ്ട്. ഞാൻ യോഗയിലെ പോസ്റ്റ് കാണിച്ചിട്ടില്ലേ, അത് പിന്നെയുള്ള വീഡിയോയിൽ കാണിക്കുക. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സ്വിമ്മിങ് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ സ്പോർട്സ് ഇനങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങനത്തെ അസുഖമുള്ള കുട്ടികളാണെങ്കിൽ ഒന്നും പറയുക, സ്പോർട്സ് ഇനങ്ങളിലൊന്നും നമ്മളൊന്നും പങ്കെടുക്കാൻ പാടില്ല. ഹെവി ആയിട്ടുള്ള, അതായത് വയറിൻ്റെ മർദ്ദം നമ്മൾ അത് കൊടുക്കാൻ പാടില്ല. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞൊക്കെ സ്വിമ്മിങ് അറിയാവുന്നവർക്ക് അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വയറിനധികം മർദ്ദം കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ സിമ്പിളാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഫലം ചെയ്യുന്ന എക്സസൈസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ഫോളോ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് അധികം ഇതില്ലാണ്ട് നമുക്കിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നമ്മൾ മർദ്ദം വെറുതെ കൊടുത്തിട്ട് പിന്നെ ഒരു വേദന നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. പിന്നെ അതേ വാക്കിങ്, ഈ നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. നടക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യം നല്ലതാണെന്ന് അറിയില്ല, നടക്കുന്നത് ശരിയായിരിക്കും നടക്കണം. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വീശിയിട്ട് വേണം നടക്കാനായിട്ട് കേട്ടോ. അത് നമുക്കറിയാലോ, നമ്മുടെ കാലിൻ്റെ മസിലിനും കൈക്ക് വയറിനായിരുന്നാലും ഒക്കെ. വയറെന്ന് വെച്ചാൽ ഈ വയറിന് നല്ലതെന്ന് പറയുന്നത് ഈ മർദ്ദം കൊടുത്ത് ചെയ്യുന്നതല്ലല്ലോ, അതുകൊണ്ടാണ് വയറിന് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ നടക്കുന്നില്ല, ഹാർട്ടിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ കൈ വീശിയിട്ട് ഒന്നുകിൽ രാവിലെ നടക്കുക, അതല്ലെങ്കിൽ ഈവനിങ് നടക്കുക. പിന്നെ നമുക്ക് ചെയറിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കാലിൻ്റെ മസിലൊക്കെ ബലപ്പെടുത്താനും അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഓടാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ കാണിക്കുന്നതൊന്നും വയറിനധികം മർദ്ദം കൊടുക്കാത്ത കേട്ടോ. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെയറിലിരുന്നിട്ടോ അല്ലെങ്കിൽ തറയിലൊരു ഷീറ്റ് വിരിച്ചിട്ടിരുന്നിട്ടോ ഒക്കെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, അത് ഏറ്റവും നല്ലതാണ്. ബ്രീത്തിങ് എടുക്കുമ്പോൾ ഇങ്ങനെ വയറിൽ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്തിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ എടുക്കണമെന്നല്ല, നല്ല കൂൾ ആൻഡ് കാമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക, വയറിലിങ്ങനെ കൈ വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ല 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് എത്ര സമയം ചെയ്യാൻ പറ്റും അത്രയും സമയം നല്ല രീതിയിൽ നമ്മളങ്ങനെ ചെയ്യുക കേട്ടോ. അത് നല്ലതാണ്. ബ്രീത്തിങ് എക്സസൈസ് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യണം. ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുക. ഇങ്ങനെ നല്ല ബ്രീത്തിങ് നന്നായിട്ട് എടുക്കുക. ഒന്ന് വയറിൽ നമ്മളൊന്ന് കഴിക്കപ്പോൾ നമുക്കറിയാം വയറിങ്ങനെ ചുട്ടിയിരിക്കും, ഇങ്ങനെ തിരിച്ചെടുക്കുക. അതേപോലെ കാലിന് കൊടുക്കുന്നത് ഇതേപോലെ കണ്ട നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് എടുത്തിട്ടങ്ങ് കാലൊക്കെ എടുത്ത് കുലുങ്ങി അങ്ങനെയൊന്നുമല്ല. ഇത് ഈ കാണിക്കുന്ന പോലെ ഇത് കണ്ടതൊക്കെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ ചെയ്യണം. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ.
അപ്പോൾ അതായത് സൈഡ് പോസ് ഒന്ന് കാണിച്ചിരുന്നത് ഇതേപോലെ കണ്ടോ ഉപ്പൂറ്റി ഇങ്ങനെ. ഈ ഉപ്പൂറ്റി പൊക്കുന്നതിലൊക്കെ ഒത്തിരി ഗുണമുള്ളൂ. ഞാനിതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൽ പിന്നെ അതങ്ങനെ എന്താണെന്ന് പറയാത്തത്. അപ്പോൾ അതേപോലെ ഈ വിരലുകൾ ഊന്നിക്കൊണ്ട് ഉപ്പൂറ്റി പൊക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസാണ്. കാലിൻ്റെ മസിലൊക്കെ ബലപ്പെടാനും കാലുവേദന മാറാനും തരിപ്പ് മാറാനും തരിപ്പ് പെരുപ്പ് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ ഇരുന്ന് ചെയ്യുന്ന വർക്കൗട്ടിനൊക്കെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിത് വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ കാണിക്കുന്ന എല്ലാം ഞാൻ വളരെ എണ്ണം കുറച്ചിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര കൊണ്ട് ചെയ്യാം കേട്ടോ. അതുപോലെ കൈക്ക് കൊടുക്കുന്ന എക്സസൈസ് ഉണ്ട്. നമ്മൾ കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക താഴ്ത്തുക അതുണ്ട്. പിന്നെ നമ്മുടെ ഇതുപോലെ ബാക്ക് മസിൽസൊക്കെ നമ്മുടെ മുതുകിലെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആവും. ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ ഈ ചെയ്യുന്ന എക്സസൈസ്. നമ്മുടെ ഷോൾഡറിനും നമ്മുടെ ബാക്കിലൊക്കെ നല്ല രീതിയിൽ മസിൽ ടൈറ്റ് ആവാനും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഒക്കെ സഹായിക്കും ആ എക്സസൈസുകൾ കേട്ടോ. അപ്പോൾ അതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് ഈ കാലിങ്ങനെ പൊക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം അതും നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയർ വർക്കൗട്ടാണ്. അതൊക്കെ ചെയറിലൊക്കെ ഇരുന്നിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വയറിന് മർദ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എന്ത് ചെയ്താലും വയറിന് മർദ്ദം അധികം കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കുറച്ചുകൂടെ കാണിക്കട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.